പിന്നെ ഇതിലെടുത്തു പറയേണ്ട മറ്റ് 2 കഥാപാത്രങ്ങൾ, ഒന്ന് ഗോപിക, ഭരതൻ്റെ കൂടെ ലജ്ജാവതിയിൽ നൃത്തം ചെയ്ത ഗോപിക അതിനു മുൻപ് എപ്പോഴോ ഒരു സിനിമ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു തുളസിദാസിൻ്റെ ഒരു സിനിമ ആകണം, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങി, ഭരതൻ്റെ കൂടെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടി ആയിട്ടില്ല. എങ്ങനെയാണ് ആ കഥാപാത്രത്തെ ഞങ്ങളിങ്ങനെ പലരും പല സജഷനും, അങ്ങനെയാണ് തൃശ്ശൂരുള്ളൊരു കുട്ടിയാണ്, ഇന്ന് കാണാൻ വരും. ഒരു ഓട്ടോറിക്ഷയിൽ അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയും കൂടെ വരുന്നു. കണ്ടൊരു വളരെ മലയാളിത്തമുള്ള, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു ആ കുട്ടിയെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം എന്ന് തോന്നുന്ന, കോൺഫിഡൻസ് തോന്നുന്ന ഒരു കുട്ടി വരുമ്പോഴേ നമ്മൾ കൊടുക്കുന്ന സീക്വൻസൊക്കെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സീൻസൊക്കെ ആയിരിക്കും അഭിനയിക്കാൻ കൊടുക്കുന്നത്. അതായത് നൃത്തം ചെയ്യുന്ന സീന്, ഭരതൻ്റെ കൂടെ നൃത്തം ചെയ്യാനുള്ള സീക്വൻസൊക്കെയാണ് ആദ്യം കൊടുക്കുന്നത്. അതിൽ നന്നായിട്ട് ഭരതൻ്റെ കൂടെ അതേ ബാലൻസിൽ ഗോപിയെ ചെയ്യുകയാണ്. ഗോപിക പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് വളരുന്നു. കാരണം ഇതേ സമയം തന്നെ ഓട്ടോഗ്രാഫ് എന്നുള്ള ഗോപിക അഭിനയിക്കുന്നൊരു സിനിമ തമിഴിൽ ഹിറ്റാവുന്നു. രണ്ടും ഈ ഹിറ്റാവുന്നു. ഗോപിക ഭയങ്കര ഒരു സെൻസേഷണൽ ഹിറ്റ് ആക്ട്രസ്സായി മാറുന്നു. നമ്മൾ തെലുങ്കിൽ ഗോപിക അഭിനയിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ, ഇതേ സിനിമ വിളിക്കുമ്പോൾ ഗോപിക ബിസിയസ്റ്റാണ്, ഏറ്റവും ബുദ്ധിമുട്ടാണ് ഗോപികയുടെ ഡേറ്റ് കിട്ടാൻ. അതൊരു എന്താണ്, നമ്മൾ എല്ലാം വന്ന് ഭവിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കൂടിച്ചേരലാണ്. അതുപോലെയാണ് പ്രണതി, അരുണിൻ്റെ പേരായിട്ട് വരുന്ന കഥാപാത്രം. പ്രണതിയെക്കുറിച്ച് ഒരുപക്ഷെ നമുക്കറിയാം. കാരണം ജോസ് എന്നൊരു ആക്ടറുണ്ട് മലയാള സിനിമയിൽ. ഈ ദ്വീപ് എന്നൊരു സിനിമയിലൂടെ രാമുക്കാരിയിട്ട് കൊണ്ടുവന്നു ജോസിനെ. അപ്പോൾ ആ കാലത്ത് ജോസ് ഒരു ഭയങ്കര സൗന്ദര്യമുള്ള ഒരു ആക്ടറാണ്. നസീർ സാറൊക്കെ ഉള്ളപ്പോൾ ഒരു എൻട്രിയാണ്, ഒരു പുതിയ ഒരു ആക്ടറുടെ എൻട്രി. കുറേ സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുന്നു. ജോസ് എന്ന് പറയുമ്പോഴേ അറിയാം, ഇപ്പോഴും ജോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു എവർഗ്രീൻ ഫീലാണ് വരുന്നത്. ജോസിൻ്റെ മകളാണ് പ്രണതി. അപ്പം ഇങ്ങനൊരു സാബു പറഞ്ഞ് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ജോസിൻ്റെ മകൾ. അപ്പോൾ ജോസിൻ്റെ മകൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം യാതൊരു ഭംഗിയുള്ള കുട്ടിയായിരിക്കും. അങ്ങനെയാണ് പ്രണതിയെ വിളിപ്പിക്കുന്നതും കാണുന്നതും. ഞങ്ങൾക്ക് വേറെ ഒരു സെക്കൻഡ് ചോയ്സ് ഇല്ലായിരുന്നു തന്നെ പറയാം. കാരണം ഇതൊരു ഭയങ്കര ഗ്ലാമറോ അല്ലെങ്കിൽ ഒരു ഓവറായിട്ട് പെർഫോം ചെയ്യേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറല്ലത്. അരുണിൻ്റെ ക്യാരക്ടർ പോലെ തന്നെ വളരെ ഒതുങ്ങിയ പ്രകൃതമുള്ളൊരു കുട്ടിയാണ് അവൾ. പക്ഷേ ആ കഥാപാത്രത്തെ നമുക്ക് മറക്കില്ല, നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഈ സിനിമയിൽ ഒരു സാക്രിഫൈസ് അവളാണ് ചെയ്യുന്നത്. മറ്റ് കഥാപാത്രങ്ങളൊക്കെ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഇവളുടെ ഒരു സമീപനം വളരെ സൗമ്യമാണ്. അപ്പോൾ അരുണിൻ്റെ കൂടെ അഭിനയിക്കുന്ന കുട്ടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ ചോട്ടൽ സിനിമയിൽ ഒരു പ്രത്യേക ഒരു പെർസ്പെക്റ്റീവിൽ ആ കഥാപാത്രം നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓരോ കാസ്റ്റിങ്ങും നമുക്ക് ഡിഫറൻ്റായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട് അല്ലേ. ഫോർ ദ പീപ്പിളിലെ ഭരതും അരുണും പത്മകുമാറും അർജുനും പിന്നീട് നാരായണായി മാറിയ സുനിലും ഗോപികയും പ്രണതിയും ഒക്കെ ചേരുമ്പോൾ നമ്മളിപ്പോൾ ഓർത്ത് നോക്കി, ഒരു സിനിമ വർഷങ്ങൾക്ക് മുമ്പ് സൂപ്പർ ഹിറ്റ്, വീണ്ടും അത് ഹിറ്റാകാൻ പോകുന്നു, ഹിറ്റാകുമെന്ന് ഉറപ്പുണ്ട്. ആ സിനിമയിൽ ഇവരൊക്കെ എങ്ങനെയാണ് വന്നു ചേർന്നത്? നിങ്ങൾക്കും തീർച്ചയായിട്ടും അത് അറിയാൻ ആഗ്രഹമുണ്ടാവും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവിക സാന്നിധ്യം എന്ന് പറയുന്നത് ജാസി ഗിഫ്റ്റാണ്. ജാസി ആക്ടർ അല്ലാത്തതുകൊണ്ട് കാസ്റ്റിംഗ് സ്റ്റോറിയിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പാട്ടോട് പാട്ട് എന്ന എപ്പിസോഡ്സിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഓരോ പാട്ടിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ജാസി വന്നു ചേർന്നത് അതും ഒരു തരത്തിലൊരു കാസ്റ്റിംഗ് ആണ്. എന്തായാലും ഫോർ ദ പീപ്പിളിൻ്റെ ഈ കാസ്റ്റിംഗ് സ്റ്റോറി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ച ഒരു സിനിമയാണ്. ദേശാടനം ഒരുപാട് മാറ്റങ്ങൾ, പുതുമുഖങ്ങളെ അഭിനയിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഫോർ ദ പീപ്പിൾ ഒരു വൈബ്രൻറ്റ്, ഇന്നും പുതിയ കുട്ടികളെ വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുമ്പം എനിക്ക് ബ്രേക്ക് ചെയ്യേണ്ടത് ഫോർ ദ പീപ്പിളിനെയാണ്. കാരണം അതിൻ്റെ കോൺസെപ്റ്റ് ഓഫ് മ്യൂസിക്,
അതിൻ്റെ ആക്ടേഴ്സ് നമ്മളോട് ചേർന്ന് നിന്ന് ഓരോന്നും നമുക്കത്രയും അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ഈ സിനിമയിൽ ഒരുപാട്, ഞാനിപ്പോൾ പേര് പറയാത്ത ഒരുപാട് ആക്ടേഴ്സിനകത്ത് നമ്മളോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടാണ് ഇത് വലിയ ഹിറ്റായത്. പ്രത്യേകിച്ച് സക്കറിയ, മമ്മൂക്കയുടെ ബ്രദറാണ് സക്കറിയ. മമ്മൂട്ടിയുടെ ബ്രദർ ആയതുകൊണ്ട് തന്നെ സക്കറിയ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് അഭിനയിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചിട്ടൊന്നുമില്ല. കാരണം ഒന്നും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഇമേജിനെ ബാധിക്കാൻ പാടില്ലല്ലോ. പക്ഷേ എൻ്റെ സുഹൃത്താണ് സക്കറിയ. അങ്ങനെ ഇതിൻ്റെ അകത്തൊരു വില്ലൻ്റെ വേഷം, തെരുവ് ഗുണ്ടയുടെ വേഷം സക്കറിയ ചെയ്തിട്ടുണ്ട്. അതിഗംഭീരമായിട്ടാണ് സക്കറിയ ചെയ്തിരിക്കുന്നത്. അപ്പം കാസ്റ്റിംഗ് സ്റ്റോറിയിലേക്ക് നമ്മൾ സക്കറിയ വന്നേ പറ്റുള്ളൂ. കാരണം നമുക്കവിടെ കുടുംബത്തിൽ നിന്ന് ബ്രദർ സക്കറിയ വരുമ്പോൾ നമ്മൾ വലിയ ഇന്നത്തെ പോലെ വലിയ സോഷ്യൽ മീഡിയയിലെ വലിയ ഒരുപാട് ഹൈപ്പൊന്നും കൊടുക്കാതെ തന്നെയാണ് അത് വന്നത്. പക്ഷെ എവിടെയൊക്കെയോ ആക്ഷനിൽ നമുക്ക് ഫീൽ ചെയ്യും. നല്ലൊരു ആക്ടറാണ് സക്കറിയ. ഇനിയും കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയും അദ്ദേഹത്തിനെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു.